എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഗോതമ്പ് ദോശയല്ല, വീറ്റ് ഊത്തപ്പം. അപ്പോൾ എല്ലാവർക്കും ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. എത്ര പേർക്കാണോ അത്ര പേർക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. അത് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒട്ടും കട്ടയൊന്നും കെട്ടാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടി ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഊത്തപ്പത്തിനുള്ള സവാള, പച്ചമുളക് ഇത് രണ്ടും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഉപ്പ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ദോശയുടെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഉപ്പില്ലാതെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ച് ചൂടായ ശേഷം, പാനോ ദോശക്കല്ലോ ഏതാണെന്ന് വെച്ചിട്ട് ചൂടായ ശേഷം പതുക്കെ പതുക്കെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഉണ്ടാക്കിയാലോ? ദോശ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ മാവ് ഒഴിക്കാം. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ചേർക്കാവുന്നതാണ്. ദോശ എല്ലാം ഇട്ടതിന് ശേഷം ഒരല്പം എണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു 3-4 ദോശ ചുടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ എണ്ണ തൂക്കാറുള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഊത്തപ്പം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതുപോലെ ഓരോന്നോരോന്നിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ദോശയും ചുട്ട് ചട്നിയുടെ കൂടെയോ തക്കാളി ചട്നിയോ തേങ്ങ ചട്നിയോ നിങ്ങൾക്ക് ഇതിലൂടെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീറ്റ് ഊത്തപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.